പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ചോദിക്കുന്നവർക്കെല്ലാം വാരിക്കോരി നൽകുന്ന നാഥന്റെ മുമ്പിലാണ് നമ്മൾ ആയിരിക്കുക. നമ്മുടെ ജീവിതകാലം മുഴുവനും നമ്മൾ ചോദിച്ച കാര്യങ്ങൾ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടാകുകയില്ല. എന്നാൽ വിശ്വാസപൂർവം ചോദിക്കുന്നത് എന്തും നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് ചോദിക്കുന്നവർക്ക് നൽകുമെന്ന് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. യേശു പറഞ്ഞു, എന്റെ പിതാവിനോട് നിങ്ങൾ എന്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും എന്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്കത് ചെയ്തു തരും. പിന്നെ യേശു പറഞ്ഞു യോഹന്നാൻ 14:14, നിങ്ങൾ എന്നോട് എന്ത് ചോദിച്ചാലും ഞാനും അത് ചെയ്തു തരും. ഞാനും പിതാവും ഒന്നാണ്. യേശുവിനോട് ചോദിക്കുന്ന എന്തും സ്വർഗത്തിലെ പിതാവ് നമുക്ക് ചെയ്തു തരും. യേശുവിന്റെ നാമത്തിലെ സ്വർഗത്തിലെ പിതാവിനോട് ചോദിക്കുന്ന എന്തും പുത്രനിൽ മഹത്വപ്പെടുവാൻ വേണ്ടി ദൈവം ചെയ്തു തരും. അതുകൊണ്ട് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടച്ച് യേശുവിന്റെ നാമത്തിലെ സ്വർഗത്തിലെ പിതാവിന്റെ മുമ്പിൽ നമുക്കൊന്നുകൂടെ ചോദിക്കാം. സ്വർഗീയ അപ്പച്ച, ഞങ്ങളുടെ രക്ഷകനും നാഥനും അങ്ങയുടെ പ്രിയപുത്രനുമായ യേശുക്രിസ്തുവിന്റെ നാമത്തില് എഫാത്തയുടെ ശുശ്രൂഷയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു, എന്റെയും എന്റെ ജീവിത മേഖലകളിൽ ഞാനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സർവരുടെയും ആവശ്യങ്ങളിലേക്ക് കർത്താവെ അങ്ങ് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഓരോ പ്രാർത്ഥനകളും സമർപ്പിക്കാം. ചോദിക്കുന്നവർക്കെല്ലാം വാരിക്കോരി നൽകുന്നവനാണ് നമ്മുടെ കർത്താവ്. ചോദിക്കുന്നതിൽ എത്രയോ അധികമായ നന്മകൾ നിങ്ങൾക്ക് നൽകുകയില്ലേ എന്ന് അവിടുന്ന് ചോദിക്കുന്നുണ്ട്. ദുഷ്ടരായ നിങ്ങൾക്ക് മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ അറിയാമെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികം നന്മകൾ നൽകുകയില്ലേ എന്ന് യേശു ചോദിക്കുന്നു. ചോദിക്കാം. എത്ര ചോദിച്ചിട്ടും കിട്ടാത്ത കാര്യം ഇപ്പോൾ ചോദിക്കാം. വർഷങ്ങളായി നാളുകളായി പ്രാർത്ഥിച്ച് നൊവേനകൾ സമർപ്പിച്ച് പല തീർത്ഥാടന കേന്ദ്രങ്ങളും കയറിയിറങ്ങി കർത്താവിന്റെ സന്നിധിയിൽ ചോദിച്ചിട്ട് നിരാശപ്പെട്ട് മനസ്സുമായിട്ടാണോ ഇന്നിവിടെ ഇരിക്കുന്നത് എങ്കിൽ വിശ്വാസപൂർവം ചോദിക്കാം. അവൻ നൽകും. അവൻ നൽകുന്നവനാണ്. അവനെല്ലാവരുടെ പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകുന്നവനാണ്. അവനെല്ലാവരുടെ ആവശ്യങ്ങളിലും കടന്നു വന്ന് അവരെ അനുഗ്രഹിക്കുന്നവനാണ്. പിന്തിരിയാതെ ചോദിക്കാം. മടുപ്പ് തോന്നാതെ ചോദിക്കാം. വിശ്വാസമോടെ ചോദിക്കാം. എല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കരങ്ങൾ ഉയർത്തി സ്വർഗത്തിലെ പിതാവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊടുത്തുകൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ചോദിക്കുന്നവർക്കെല്ലാം വാരിക്കോരി നൽകുന്ന നിന്റെ അത്ഭുതകരമായ ഇടപെടലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശൂന്യമായ കരവുമായി ഉയർത്തിയ കരങ്ങളുമായി നിന്റെ മുമ്പിൽ നിൽക്കുന്ന കർത്താവേ, മക്കളുടെ ജീവിതത്തിൽ അവരിന്ന് ചോദിച്ച സർവ്വകാര്യങ്ങളിലേക്കും അങ്ങയുടെ കാരുണ്യം വർഷിക്കണമേ. കർത്താവേ, എന്നോട് ചോദിക്കുന്നവർക്കെല്ലാം നൽകിയ കർത്താവേ, നിന്റെ സന്നിധിയിൽ വന്ന് അങ്ങയുടെ നാമത്തിൽ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും കർത്താവേ, നീ അവിടുന്ന് വാരിക്കോരി സമൃദ്ധി കൊണ്ട് നിറയ്ക്കണമേ. ദുഃഖങ്ങള്, സങ്കടങ്ങള്, കണ്ണുനീരുകള്, ബുദ്ധിമുട്ടുകള്, നിരാശ, ആകുലതകള്, പ്രയാസങ്ങൾ ഇവയെല്ലാം യേശുവേ ഈ മക്കളുടെ കണ്ണിൽ നിന്നും തുടച്ചു മാറ്റണമേ. ഹൃദയത്തിൽ നിന്ന് തുടച്ചു മാറ്റണമേ. ശാരീരികമായ പ്രയാസങ്ങള്, സാമ്പത്തികമായ പ്രയാസങ്ങള്, ഭൗതികമായ മറ്റെല്ലാ ആവശ്യങ്ങള്, ആത്മീയമായി വരാൻ കഴിയാത്തതിന്റെ പ്രയാസങ്ങള്, പ്രാർത്ഥനയിൽ ജീവിക്കാൻ കഴിയാത്തതിന്റെ പ്രയാസങ്ങള്, ലോകത്തിന്റെ മനുഷ്യനായി ജീവിച്ചത് കൊണ്ട് സ്വർഗീയമായ കാര്യങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ മന്ദത ബാധിച്ച എല്ലാ മക്കളുടെയും കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഈ മക്കളെല്ലാവരും നിറയട്ടെ. ലോകത്തിന്റെ കണ്ണിലൂടെ അങ്ങയെ കാണാതെ ഹൃദയം തുറന്ന് അങ്ങയെ കാണുവാനുള്ള കൃപയും ശക്തിയും അങ്ങയുടെ മക്കൾക്ക് നൽകണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും നിന്റെ കൃപയും നിന്റെ ശക്തിയും നിന്റെ അഭിഷേകവും നിന്റെ സൗഖ്യവും നിന്റെ വിടുതലും ഇപ്പോൾ ഈ സമൂഹത്തിലേക്ക്
അറിയും. മുട്ടുന്നവന് തുറന്നു കൊടുക്കുന്നവനാണ്. ചോദിക്കുക, മുട്ടിക്കൊണ്ട് ചോദിക്കുക, അപങ്കരം മുട്ടിക്കൊണ്ട് ചോദിക്കുക, ഇടതടവില്ലാതെ യേശുവിന്റെ മഞ്ഞില് മുട്ടിക്കൊണ്ട് ചോദിക്കുക. ഓ കർത്താവേ, നീ ഇതെനിക്ക് തന്നേ മതിയാകൂ, നീ എന്നെ തൊടാതെ പോകരുതേ. നിന്റെ കൃപ, നിന്റെ ശക്തി, നിന്റെ അഭിഷേകം, നിന്റെ സൗഖ്യം ഇന്നെനിക്ക് തരണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കുക, മടുപ്പ് കൂടാതെ സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി, ഹൃദയമുയർത്തി, വിശ്വാസത്തോടെ, അഭിഷേകത്തോടെ, ശക്തിയോടെ, ആത്മനിറവോടെ പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യമുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തില് സൗഖ്യമുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ. മരവിച്ച ഹൃദയത്തിന് ശക്തി നൽകണമേ, ഉണർവ് നൽകണമേ. തളർന്നുപോയ ശരീരഭാഗങ്ങളെ നീ പുനരുജ്ജീവിക്കണമേ. തളർന്നുപോയ മനസ്സിന് ബലം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രതീക്ഷകള് ചാരമായി തീർന്നെങ്കില് ഓ കർത്താവേ, നീ കടന്നു വന്നുകൊണ്ട് അവരെ പുഷ്പമാല്യമണിയിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്കിരിക്കാം. ഇനിയും കണ്ണുനീര് തോരുന്നില്ല എങ്കിൽ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത് കൊണ്ട് മനസ്സിന്റെ നൊമ്പരങ്ങൾ ഇനിയും നമ്മളിൽ നിന്നും നീങ്ങിപ്പോയിട്ടില്ല എങ്കിൽ, നമ്മളുടെ പ്രാർത്ഥനയിൽ നമുക്ക് തന്നെ സംശയമുണ്ടാകും, ഇത് കിട്ടുമോ? അപ്പോൾ മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തന്നെ മടുപ്പുണ്ടാകും. ചില അവസരങ്ങളിൽ മറ്റുള്ളവരെ നമ്മെ നിരുത്സാഹപ്പെടുത്തും. നിനക്ക് വേറെയൊന്നും പണിയില്ലേ? ഇത്ര കാലം പ്രാർത്ഥിച്ചിട്ടും ചോദിച്ചിട്ടും യാചിച്ചിട്ടും നിന്റെ കഷ്ടതയൊന്നും മാറിയില്ലല്ലോ. നീ അധികം പ്രാർത്ഥിക്കുന്നത് കൊണ്ടാ, അതുകൊണ്ട് നിന്റെ പ്രാർത്ഥനയൊക്കെ ഒന്ന് നിർത്തി നീയൊന്ന് ജീവിക്കാൻ നോക്ക്, അപ്പോൾ നിന്റെ കാര്യമൊക്കെ ശരിയാകും. ഇങ്ങനെ പലരും നമ്മളോട് പല അവസരങ്ങളായി പറഞ്ഞിട്ടുണ്ടാകും. ഇങ്ങനെ പ്രയാസപ്പെട്ടു പോയ ഒരു വ്യക്തിയുണ്ട് സുവിശേഷത്തില്, പഴയ നിയമത്തിലെ 1 സാമുവേൽ 1-ാം അധ്യായത്തിലെ 4-ാം വാക്യത്തോട്ട് നോക്കുമ്പോൾ കാണാൻ കഴിയും. എൽക്കാന എന്ന് പറഞ്ഞ ഒരാൾക്ക് 2 ഭാര്യമാരുണ്ട്. കേട്ടിട്ടുണ്ടാകിയില്ല ആ പേര്, കാരണം നമുക്ക് ബൈബിളിലെ ചില സ്ഥലങ്ങളിൽ പരിചയക്കുറവുള്ളത് കൊണ്ട്. എൽക്കാനയുടെ 2 ഭാര്യമാരിലെ ഒരാളായിരുന്നു പൊന്നീസ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയും ഹന്ന എന്ന് പറഞ്ഞ മറ്റൊരു സ്ത്രീയും. ഹന്ന എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഹന്നയെക്കുറിച്ച് ഒരു ഓർമ്മ വരും. അപ്പോൾ എൽക്കാനയ്ക്ക് പൊന്നീസയില് ധാരാളം മക്കളുണ്ടായി. ഹന്ന വന്ധ്യയായിരുന്നു. മക്കളില്ലാത്ത ചിലർക്ക് അറിയാം ഇതിന്റെ വേദന. ഒരു കുടുംബത്തില് 3-4 സ്ത്രീകളെ ജ്യേഷ്ഠാനുജന്മാര് ഓരോരുത്തരായി കെട്ടിക്കൊണ്ട് വന്നപ്പോൾ അതിൽ ഒരാൾ വന്ധ്യയും മറ്റുള്ളവർക്ക് മക്കളുള്ളവരുമാകുമ്പോൾ വന്ധ്യയായ ഈ സ്ത്രീയെ മറ്റുള്ളവർ പലപ്പോഴും പരിഹസിക്കും. വീടുകളിലുണ്ടാകുന്ന പ്രശ്നങ്ങളിലും ഇഷ്ടക്കേടിലും ഒക്കെ പരിഹസിക്കും. മച്ചി എന്ന് വിളിക്കും, നിനക്ക് കുട്ടികളില്ല എന്നൊക്കെ പറഞ്ഞ് പലരും കളിയാക്കും. അങ്ങനെ ഈ ഹന്നയെ പൊന്നീസ എപ്പോഴും കളിയാക്കും. എനിക്ക് 10 മക്കളുണ്ട്, നിനക്കൊന്നുപോലുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഈ ഹന്ന ദൈവത്തെ ആരാധിക്കാൻ, അത് ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ഭർത്താവിനോട് പറയും, എനിക്ക് മക്കളില്ല, എൻ്റെ സഹപത്നിക്ക് എന്നോട് സ്നേഹമില്ല. അപ്പോൾ ഈ എൽക്കാന പറയും, നിനക്ക് മക്കളില്ലേ എന്നാ കുഴപ്പം? 10 മക്കളുടെ സ്നേഹം ഞാൻ തരുന്നില്ലേ? ഭർത്താവ് 2ാമത്തെ ഭാര്യയോട് പറയാണ്, ആദ്യത്തേത് 2ാമെന്ന് അറിയത്തില്ല, ഭാര്യയോട് പറയാണ്, മക്കളില്ലാത്ത ഭാര്യയോട് പറയുകയാണ്. അപ്പോഴും അവൾക്ക് സംതൃപ്തിയാകുന്നില്ല ഭർത്താവ് അത്രയും പറയുമ്പോൾ. അങ്ങനെ അവിടെ ദേവാലയത്തില് ആരാധിക്കാൻ ചെന്നിരിക്കുമ്പോൾ അവളിങ്ങനെ പിറുപിറുത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന്റെ മുമ്പില്. ദൈവമേ, നീ എന്നെ കടാക്ഷിക്കണമേ,
എൻ്റെ സഹപത്നിയായ ഹനീസ എന്നെ വളരെയധികം വേദനിപ്പിക്കുന്നു, പ്രകോപിപ്പിക്കുന്നു. മക്കളില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കളിയാക്കുന്നു. ഞാൻ നിന്ദിതയായി തീർന്നിരിക്കുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ അപമാനിതയായി തീർന്നിരിക്കുന്നു. അങ്ങനെ ഇവള് ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുരോഹിതന്മാരടുത്തിരിപ്പുണ്ട്. അങ്ങനെ പുരോഹിതൻ പറഞ്ഞു, നീ ഉന്മത്തയായിരുന്നു കൊണ്ട് കുറെ നേരമായല്ലോ ഒച്ചയിടുന്നത്, നിനക്കെന്താ വേറെ പണിയൊന്നുമില്ലേ? മദ്യത്തിന്റെ വീഞ്ഞിന്റെ കെട്ട് തീരാറായില്ലേ? കുറെ സമയമായല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. പുരോഹിതന്മാര്, ദേവാലയത്തിലുണ്ടായിരുന്ന 2 പുരോഹിതന്മാര് അവളെ സഹായിച്ചപ്പോഴും അവള് പിന്തിരിയാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും, അങ്ങനെ ആ രാത്രിയില് അവര് ആ ദേവാലയത്തിന്റെ പൂമുഖത്ത് കിടന്ന് പിറ്റേ ദിവസം എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയതിനു ശേഷം അവള് ഗർഭിണിയാകുകയും അവളൊരു കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു. ആ കുഞ്ഞാണ് സാമുവൽ. സാമുവൽ മഹാനായ ഒരു വ്യക്തിയായി നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയും. അപ്പോൾ ഒത്തിരി കണ്ണുനീരോടും വേദനയോടും ദുഃഖത്തോടും വിലാപത്തോടും കൂടെ നമ്മൾ പ്രാർത്ഥിച്ച് നേടുന്ന അനുഗ്രഹത്തിന് വലിയ വിലയുണ്ട് എന്ന് ദൈവം അവിടെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതുവരെ പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്ത നിരവധിയായ കാര്യങ്ങളിൽ പ്രാർത്ഥന നിർത്താതെ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുമ്പോൾ അതിൽ നിന്നും ലഭിക്കുന്ന അനുഗ്രഹത്തിന് മറ്റെല്ലാ പ്രാർത്ഥനകൾക്കും ലഭിച്ച അനുഗ്രഹത്തെക്കാൾ കൂടുതൽ മധുരവും മൂല്യവുമുണ്ട് എന്ന് ദൈവം ഓർമ്മപ്പെടുത്തുന്നു. സുവിശേഷത്തിലെ യോഹന്നാന്റെ സുവിശേഷത്തില് യേശു സ്നേഹിച്ചിരുന്ന ലാസർ മരിച്ചു കഴിഞ്ഞപ്പോൾ മാർത്തയും മറിയും തന്റെ സഹോദരൻ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വളരെയധികം കരയുന്ന രംഗങ്ങളെ നമ്മൾ ഒത്തിരി വായിക്കുകയും അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും പല പ്രസംഗങ്ങളിൽ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. തന്റെ പ്രിയപ്പെട്ടവൻ മരിച്ചു പോയതിലൂടെ, തന്റെ സ്വന്തം സഹോദരൻ നഷ്ടപ്പെട്ടതിലൂടെ അവർക്കുണ്ടായ ഹൃദയവേദന വളരെ കഠിനമായിരുന്നു. അതിനൊരു കാരണം, യേശുവിനെ അവര് വിവരം അറിയിച്ചിരുന്നു. നീ സ്നേഹിക്കുന്ന ലാസർ രോഗിയാണ്, അതുകൊണ്ട് ഈ ലാസറിനെ സുഖപ്പെടുത്തുവാൻ വേണ്ടി അവിടുന്ന് വരണമെന്ന് യേശുവിനെ അറിയിച്ചിരുന്നു. പക്ഷെ യേശു പോയില്ല, നമുക്കറിയാം. അപ്പോൾ യേശുവിനെ വീണ്ടും കാണുമ്പോൾ അവർക്ക് സങ്കടം അടക്കുവാൻ പറ്റുന്നില്ല. അവർ പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അപ്പൊ അവരുടെ കരച്ചിലുകള് അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിലായി. അപ്പോൾ യേശു അവരുടെ വേദന കണ്ട് അവരോട് കരയുകയാണ് ചെയ്തത്. അപ്പൊ നമ്മളുടെ വേദനകളിലും ദുഃഖങ്ങളിലും നമ്മളോട് സഹതപിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. പലപ്പോഴും നമ്മളൊക്കെ നമ്മുടെ വീടുകളില് മറ്റുള്ളവരുടെ വേദന കണ്ട് കരയാറുണ്ട്. അതിന് പറയും ചിലപ്പോൾ മുതലക്കണ്ണീരെന്നും കാപട്ടിക്കണ്ണീരെന്നും. നമ്മളൊന്നും സഹായിക്കില്ല. പറയുമ്പോൾ നിനക്ക് ബുദ്ധിമുട്ടാണല്ലോ, സങ്കടമാണല്ലോ, കഷ്ടപ്പാടാണല്ലോ എന്ന് പറയും. അത് കഴിഞ്ഞ് മാറി അങ്ങോട്ട് നിന്നിട്ട് പറയും, അവൾക്കത് വരണം, അല്ല അവനത് വരണം, കാരണം അവൾ എന്നോട് അങ്ങനെയാ ചെയ്തത്, അവൻ എന്നോട് ഇങ്ങനെയാ ചെയ്തത് എന്ന് പറഞ്ഞ് സന്തോഷിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള മനോഭാവം നമുക്ക് ഉള്ളത് കൊണ്ട് യഥാർത്ഥത്തില് നമ്മളുടെ സഹോദരങ്ങളുടെ വേദനയെ കുറിച്ച് ഓർത്ത് കരയുവാൻ നമുക്ക് സാധിക്കുന്നില്ല. അവിടെ നമുക്കൊരു കാപട്യമുണ്ട്. നമ്മുടെ കരച്ചിലുകൾക്ക്, സഹതാപ പ്രകടനങ്ങൾക്ക് ഒക്കെ നമുക്ക് പലതരത്തിലുള്ള കാപട്യം നിറഞ്ഞ അവസ്ഥയുണ്ട്. എന്നാൽ യേശു ഇതല്ല ചെയ്തത്. അവരുടെ വേദനകളില്, അവരുടെ കഷ്ടതകളില്, അവരുടെ ദുഃഖങ്ങളിൽ യേശു കരയുകയും അവരുടെ കണ്ണുനീരെ തുടച്ചു മാറ്റുകയുമാണ് ചെയ്തത്. ലാസറിനെ ഉയർപ്പിച്ച് ആ സഹോദരിമാരുടെ കരങ്ങളിൽ കൊടുത്തിട്ട് അവരുടെ ദുഃഖം മുഴുവനും അവരുടെ കണ്ണുനീര് മുഴുവനും തുടച്ചു മാറ്റി അവര് അത് കണ്ട് വിസ്മയഭരിതരായി എന്താണ് കർത്താവിനോട് പറയേണ്ടെന്നറിയാതെ വളരെയധികം അത്ഭുതസ്തബ്ധരായി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് നമ്മളുടെ സഹോദരങ്ങളോട്, നമ്മുടെ പ്രിയപ്പെട്ടവരോട്, നമ്മുടെ കൂട്ടായ്മയിലുള്ളവരോട് സ്നേഹമുണ്ടെങ്കിൽ അത് കാപട്യത്തിന്റെ സ്നേഹമല്ല, മറിച്ച് ആ സ്നേഹത്തിന്റെ മാധുര്യവും ആ സ്നേഹത്തിന്റെ അർത്ഥവും അവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ കൊടുക്കുവാനും അത് പ്രകടിപ്പിക്കുവാനും കഴിയുമ്പോഴാണ് അവരുടെ ജീവിതവും അനുഗ്രഹപൂർണമായി തീരുക. പലപ്പോഴും പല വീടുകളില്
ഭർത്താക്കന്മാരെ, ഭാര്യമാരെ തഴഞ്ഞിടാറുണ്ട്. അവർക്ക് ഒരു സുഖഭോഗ വസ്തുവാണ് പല ഭാര്യമാരും. രാവിലെ എഴുന്നേറ്റാൽ ചായ ഉണ്ടാക്കി കിട്ടണം, വസ്ത്രമൊക്കെ അലക്കി കിട്ടണം, അവരിയ്ക്കുന്നിടത്ത് എല്ലാ സാധനങ്ങളും കൊണ്ടുചെന്ന് കൊടുക്കണം. അങ്ങനെ അവരുടെ ക്ഷേമം മാത്രം അന്വേഷിച്ച് നടക്കുന്ന ഒരു ഭാര്യയാണെങ്കിൽ വളരെ സംതൃപ്തരാണ് അവര്. വൈകുന്നേരം പ്രാർത്ഥിക്കും, ജോലിയൊക്കെ ചെയ്യും. പക്ഷേ ജീവിത പങ്കാളിയെ, പ്രത്യേകിച്ചും ഭാര്യയെ, അവള് ഒരു സ്ത്രീയാണ്, അവൾക്ക് വികാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്, സന്തോഷങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാതെ വെറും ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥം മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനയില് പലപ്പോഴും ദൈവം സംപ്രീതനാകുന്നില്ല. ധാരാളം പ്രാർത്ഥിക്കുമ്പോഴും അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയുന്നില്ല. 2 ദിവസം മുമ്പ് ഒരു യൂറോപ്യൻ കൺട്രിയിൽ നിന്നും ഒരു സ്ത്രീ വിളിച്ചു. ആ സ്ത്രീ ഒത്തിരി നൊമ്പരത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട്, തന്റെ ഭർത്താവ് ഒന്ന് മാനസാന്തരപ്പെട്ട് കാണുവാൻ, നല്ലൊരു കുടുംബനാഥനായി കാണുവാൻ, മക്കളുടെ ഒരു നല്ല സ്നേഹമുള്ള ഒരു അപ്പനായി കാണുവാൻ, ഭാര്യയെ സ്നേഹിക്കുന്ന, ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു ഭർത്താവായി കാണുവാൻ, ദുശീലങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഉത്തരവാദിത്തമുള്ള ഒരു കുടുംബനാഥനെ പോലെ ജീവിക്കുവാൻ, സമൂഹത്തിനും ഇടവയ്ക്കുമൊക്കെ മാതൃകയായി ജീവിക്കുവാൻ നല്ലൊരു മനസ്സ് അദ്ദേഹത്തിന് കിട്ടണമേ എന്ന് പറഞ്ഞ് നിരന്തരമായ പ്രാർത്ഥനകളും യാചനകളും നടക്കുന്നുണ്ട്. പലപ്പോഴും അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രാർത്ഥിച്ച് കാരണങ്ങൾ അന്വേഷിച്ചപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത് ഇവൾക്കൊരിക്കലും ഈ ഭർത്താവിനെ സ്നേഹത്തോടെ സ്വീകരിക്കുവാൻ കഴിഞ്ഞില്ല. അയാൾക്ക് ഒത്തിരി കുഴപ്പങ്ങളുണ്ട്, അത് ശരി തന്നെയാണ്, അയാൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നെല്ലാവരും പറയുമ്പോഴും ഈ സ്നേഹനിധിയാണെന്ന് പറയുന്ന ഭാര്യ തന്റെ കാന്തനെ സ്നേഹത്തോടെ സ്വീകരിക്കുവാനും കൊണ്ടു നടക്കുവാനും മനസ്സില്ലാതെ നിരവധിയായ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നതിലൂടെ ദൈവം അവളിലെ സംപ്രീതനാകുന്നില്ല. അതാണ് ആ കുടുംബത്തിന്റെ പ്രതിസന്ധികള്. അപ്പൊ ഭർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവൾക്ക് മാറാൻ കഴിഞ്ഞില്ല, അവളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മാറുവാൻ ഭർത്താവിനും കഴിഞ്ഞില്ല. അങ്ങനെ പരസ്പര വിരുദ്ധമായ ചിന്തകളിലൂടെ, പ്രവർത്തികളിലൂടെ അവർ നീങ്ങുന്നത് കൊണ്ട് ഈ സ്ത്രീക്ക് എന്നും കണ്ണുനീര് തന്നെയാണ്. ഫോണിലൂടെ വിളിച്ചു പറയുമ്പോഴും ആ സ്ത്രീ കരഞ്ഞുകൊണ്ടായിരിക്കുന്നത്. കരച്ചിൽ കൊണ്ട് എന്താണ് പറയുന്നതെന്ന് പലപ്പോഴും എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. ഞാൻ കേട്ടതുകൊണ്ട് കാര്യമില്ല, കർത്താവാണ് കേൾക്കുന്ന. അപ്പോൾ അവിടെയാണ് അനുഗ്രഹം കിട്ടുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായില്ലെങ്കിലും ആ സ്ത്രീയുടെ ജീവിതത്തിലെ ദൈവം ഇടപെട്ടു. ദൈവം പ്രത്യാശ നൽകി. ആ ഭർത്താവിന്റെ എല്ലാ ന്യൂനതകളോടും കുറവുകളോടും സ്വീകരിക്കുവാനുള്ള കൃപ ആ സ്ത്രീക്ക് ലഭിച്ചു. അങ്ങനെ അവരുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി കാണാൻ തുടങ്ങിയെന്ന് പിറ്റത്തെ ദിവസം വിളിച്ചപ്പോൾ അവര് പറഞ്ഞു. അപ്പോൾ നമ്മളെ കണ്ണുനീരുകൾക്ക്, കരച്ചിലുകൾക്ക് പലപ്പോഴും ഉത്തരം കിട്ടാത്തതിന്റെ പിമ്പിലെ യഥാർത്ഥമായ സമർപ്പണ ജീവിതം നമുക്ക് നൽകുവാൻ കഴിയാത്തതാണ് നമ്മുടെ കരച്ചിലുകൾക്ക് ഉത്തരം കിട്ടാതെ പോകുന്നത്. അപ്പോൾ യഥാർത്ഥമായ ഒരു സമർപ്പണം പരസ്പരം കുടുംബജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ആ കുടുംബത്തിലെ നൊമ്പരങ്ങളും കഷ്ടതകളും വേദനകളും ദാരിദ്ര്യവും ഇല്ലായ്മകളും അവരൊരുമിച്ച് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രത്യേകമായ കൃപ ആ ഭവനത്തിൽ ഇറങ്ങി വരികയും ആ ഭവനം അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യും. ഒരു കാലഘട്ടങ്ങളിൽ അനുഗ്രഹം പ്രാപിക്കാതിരുന്ന കുടുംബങ്ങൾ ഇപ്പോൾ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ചിന്തിക്കുവാനുള്ളത്, ഞങ്ങൾ അനുഗ്രഹം പ്രാപിക്കാതിരുന്ന കാലഘട്ടങ്ങളിൽ പരസ്പരം ഭിന്നിച്ചും കലഹിച്ചും അഭിപ്രായ വ്യത്യാസങ്ങളുടെയും സ്വന്തം ഇഷ്ടം മാത്രം അന്വേഷിച്ച് നടന്നു നീങ്ങിയത് കൊണ്ടാണ് എന്ന് ആ രീതിയിൽ നിന്ന് മാറി ഇന്ന് അനുഗ്രഹം പ്രാപിക്കുമ്പോൾ അവർക്ക് ചിന്തിച്ചുവാൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ധാരാളം കഷ്ടതകളിലൂടെ ഇനിയും നടന്നു നീങ്ങി പരസ്പര ഭിന്നിച്ചും കലഹിച്ചും അഭിപ്രായ വ്യത്യാസത്തിലൂടെയും സമർപ്പണ ജീവിതം നയിക്കാൻ കഴിയാതെ ജീവിക്കുന്നതിലൂടെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാൻ വൈകും. ഇന്നത് അവസാനിപ്പിച്ച് ഒന്നു ചേർന്ന് സ്നേഹത്തോടെ, പരസ്പര സമർപ്പണത്തോടെ, ത്യാഗത്തോടെ,
എല്ലാ തരത്തിലുള്ള ദുരഭിമാനങ്ങളും മാറ്റിവെച്ചുകൊണ്ട്, വാശിയും വൈരാഗ്യവും മറന്നുകൊണ്ട് പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം താഴുവാനും തയ്യാറായി ജീവിച്ചാൽ, പ്രാർത്ഥിച്ചാൽ ഇപ്പോൾ തന്നെ അനുഗ്രഹം അവരുടെ ഭവനത്തിലേക്ക് കടന്നു വരികയായി. കാരണം സ്നേഹത്തോടെ ചോദിക്കുന്ന, ഈ ഭൂമിയില് രണ്ടുപേരെ യോജിച്ച് ചോദിക്കുന്ന എന്ത് കാര്യവും എന്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് ചെയ്തു തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യോജിച്ച് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അടുത്തിരുന്ന് ചോദിച്ചത് കൊണ്ട് കാര്യമില്ല. ഹൃദയത്തില് ഐക്യമുണ്ടാകണം, പരസ്പരം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം. മറ്റൊരാളുടെ കുറവുകളെ ഉയർത്തി കാണിച്ചുകൊണ്ട് എപ്പോഴും അതിനെ വിമർശിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ ചെലവഴിച്ചാൽ അനുഗ്രഹം പ്രാപിക്കുകയില്ല. മറ്റുള്ള കുറവുകളെ ക്ഷമയോടെ സഹിക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക. അപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള വിഭാഗീയത നമ്മുടെ ജീവിതത്തിലുണ്ടോ, അത് കുടുംബജീവിതത്തിലാകാം, അയൽവാസികൾ തമ്മിലുള്ള ബന്ധങ്ങളിലാകാം, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിലാകാം, ഇടവകയുമായിട്ടുള്ള ബന്ധങ്ങളിലാകാം, വികാരിയച്ഛനുമായിട്ടുള്ള പ്രശ്നങ്ങളിലാകാം, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള പ്രതിസന്ധികളിലാകാം. അവിടെയൊക്കെ ദൈവഹിതം അന്വേഷിച്ച് സ്വയം താഴാനും എളിമപ്പെടാനും മറ്റുള്ളവരെ ഉയർത്താനും നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടും. ഭവനത്തിൽ പ്രശ്നമൊന്നുമില്ല, ഭാര്യയുമായിട്ട് വലിയ സ്നേഹമാണ്, ഭർത്താവുമായിട്ട് നല്ല സ്നേഹമാണ്, മക്കളൊക്കെ ആയിട്ട് നല്ല സ്നേഹമാണ്, എവിടെ പോയാലും ഒരുമിച്ചേ പോവുള്ളൂ, നടക്കുമ്പോൾ കെട്ടിപ്പിടിച്ചേ നടക്കുകയുള്ളൂ. പക്ഷെ അയൽവാസിയെ കണ്ടുകൂടാ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമോ? കിട്ടത്തില്ല. നമ്മൾ പാടി ഇവിടെ പാട്ടില് അവസാനം, നീ ബലിയർപ്പിക്കുവാൻ ചെല്ലുമ്പോൾ നിന്റെ സഹോദരന് നിന്നോടെന്തെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിന്റെ ബലിവസ്തു അവിടെ വെച്ചിട്ട് നീ നിന്റെ സഹോദരനുമായി രമ്യതപ്പെട്ടതിന് ശേഷം നീ ബലിയർപ്പിക്കുക. അപ്പോൾ നിന്റെ സ്വർഗസ്ഥനായ പിതാവ് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. നമുക്ക് എത്ര പേരോട് വിരോധമുണ്ട്? നമ്മൾ വീട്ടിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. എത്ര പേരോട് വിരോധമുണ്ട്? ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടാത്ത സ്വത്തിനെ കുറിച്ച്, ഭാര്യയുടെ ആങ്ങളമാര് വേണ്ടുന്ന രീതിയിൽ നമ്മളെ സ്നേഹിക്കാത്തതുകൊണ്ട്, പരിചരിക്കാത്തതുകൊണ്ട്, ഉപചാരപൂർവ്വം സ്വീകരിച്ചിരുത്തി കള്ളും ഇറച്ചിയും കോഴിയും വാങ്ങിത്തരാത്തത് കൊണ്ട് എന്നും ഭാര്യയോട് ചണ്ട കൂടുന്ന ഭർത്താക്കന്മാരുണ്ട്. അവര് തമ്മില് വേറെ കുഴപ്പമൊന്നുമില്ല, ഭാര്യ വീട്ടുകാരുടെ കുറ്റം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അതല്ലെങ്കിൽ എവിടെയെങ്കിലും അംഗീകാരം കിട്ടാത്തതിന്റെ പ്രയാസം പറയും, എന്നെ അവർ മാനിച്ചില്ല, ഞാൻ ചെന്നിട്ട് ബഹുമാനിച്ചില്ല, എന്നെ അവരെ ഇറങ്ങി വന്നില്ല, ഇവരൊക്കെ എങ്ങനെ നല്ല മനുഷ്യരെന്ന് പറയാൻ പറ്റും, ഇവർക്കൊന്നും ഒരു മാന്യതയില്ല, അവരൊന്നും ജെന്റിൽമാന്മാരല്ല എന്നൊക്കെ പറയുമ്പോൾ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ തടസ്സമാണ്. അപ്പോൾ എല്ലാ തരത്തിലും എല്ലാവരോടും നിരപ്പുള്ളവരായി തീരുക, രമ്യതയുള്ളവരായി തീർന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് രോഗം വിട്ടുപോകുക, നമ്മുടെ കുടുംബത്തിൽ അനുഗ്രഹം ഉണ്ടാകുക, നമ്മുടെ കൃഷിയിടം അനുഗ്രഹിക്കപ്പെടുക, നമ്മുടെ ജോലിയിൽ അഭിവൃദ്ധി പ്രാപിക്കുക, പ്രൊമോഷൻ കിട്ടുക, പുതിയ ജോലികൾ കിട്ടുക, പുതിയ ബിസിനസ് മേഖലകൾ കാണിച്ചു തരിക, അതിലൂടെ മുന്നോട്ട് നീങ്ങാനൊക്കെ സാധിക്കുക. സർവരുമായി രമ്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുക. അല്ലാതെ വെറുതെ കരഞ്ഞുകൊണ്ട് രാവും പകലും അവനെ വിളിച്ചപേക്ഷിച്ച് കരഞ്ഞത് കൊണ്ട് മാത്രം നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതിനാല് നമുക്കൊന്നും കൂടെ എഴുന്നേറ്റ് നിൽക്കാം. ഇനിയും തളരാതെ, പതറാതെ, കരയാതെ, കണ്ണീരൊഴുക്കാതെ അവന്റെ സന്നിധിയില് വേണ്ടുന്ന രീതിയിൽ പ്രാർത്ഥിച്ചു മുന്നേറാനുള്ള കൃപയും ശക്തിയും ചോദിക്കാം. യെശയ്യായുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, വെള്ളി ഉലയിൽ ശോധന ചെയ്യുന്നത് പോലെ അല്ല ഞാൻ നിന്നെ ശുദ്ധീകരിച്ചത്, മറിച്ച് കഷ്ടതയുടെ ചൂളയിലാണ് ഞാൻ നിന്നെ ശുദ്ധീകരിക്കുന്നത്. വെള്ളി ഉലയിൽ ശുദ്ധീകരിച്ചാൽ വെള്ളിയിലെ കിട്ടം പോയി ശുദ്ധമായ വെള്ളി കിട്ടും. എന്നാൽ ദൈവം മനുഷ്യനെ ശുദ്ധീകരിക്കുന്നത് കഷ്ടതയുടെ ചൂളയിലൂടെയാണ്. ഇപ്പോൾ ചെറിയ ചെറിയ കഷ്ടതയുടെ ഇടയില് നമ്മൾ ശുദ്ധീകരണത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുത്താൽ എത്രയും പെട്ടെന്ന് ദൈവം നമ്മളെ ശുദ്ധീകരിച്ച് തിളങ്ങുന്ന തനി തങ്കമാക്കി മാറ്റും. അതിനോട് എതിര് നിൽക്കുമ്പോൾ
പലപ്പോഴും നമ്മുടെ ജീവിതം പ്രയാസപൂർണമായി തീരും. അതുകൊണ്ട് അവൻ പെറ്റമ്മയേക്കാൾ അധികമായി നമ്മെ സ്നേഹിക്കുന്ന, തന്റെ ഉള്ളം കയ്യിൽ നമ്മുടെ പേരും രൂപവും കൊത്തിവെച്ചിരിക്കുന്ന അവന്റെ സന്നിധിയിൽ വ്യർത്ഥമായി കരയാതെ ആത്മാർത്ഥമായി കരയാൻ, അവൻ പറയുന്നത് പോലെ കരയാൻ നമ്മുടെ ജീവിതത്തെ കൊടുത്തുകൊണ്ട് നമുക്ക് പാടാം. ഇനിയും കരയരുതേ, നീ കണ്ണീർ തൂകരുതേ. ഇനിയും കരയരുതേ, സ്വന്തം മനസ്സിനോട് തന്നെ പറയുക. കണ്ണീർ തൂവരുതേ, ഇനിയും കരയരുതേ, നിൻ കണ്ണീർ തൂവരുതേ. നിൻമിഴിനീരൻ കൈകളിൽ വാങ്ങി ഏറ്റെടുക്കും നിതാ നിന്നെ ഞാൻ. നിൻമിഴിനീരൻ കൈകളിൽ വാങ്ങി ഏറ്റെടുക്കും നിതാ നിന്നെ ഞാൻ. ഈ കൈകളിൽ നിനക്കെന്നും അഭയം, ഈ കരത്തിൽ നിനക്കെന്നും ബലം. ചേർന്ന് പാടാമോ? ഈ കൈകളിൽ നിനക്കെന്നും അഭയം, ഈ കരത്തിൽ നിനക്കെന്നും ബലം. ഇനിയും കരയരുതേ, നിൻ കണ്ണീർ തൂവരുതേ. നെഞ്ചകം കീറി തകരുന്ന നൊമ്പരവുമായിട്ടായിരിക്കാം ഇവിടെ ഇരിക്കുക. എന്നാലും അതോർത്ത് വേദനിക്കാതെ ഈ നൊമ്പരമെല്ലാം ഏറ്റുവാങ്ങിയിട്ട് സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കോട്ടങ്ങളും വെച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് അവനെ പാടി ആരാധിക്കാം. യെശയ്യാ 43:15 പറയുന്നു, ഇന്ന് ഞാൻ ഏറ്റുവാങ്ങിയതല്ലേ. നെഞ്ചകം കീറി നീ തകരുന്ന നൊമ്പരം ഞാൻ ഏറ്റുവാങ്ങിയതല്ലേ. നെഞ്ചകം കീറി നീ തകരുന്ന നൊമ്പരം ഞാൻ ഏറ്റുവാങ്ങിയതല്ലേ. ആരാർക്കും വേണ്ടാത്ത നിന്റെ ഈ ജീവിതം ഞാൻ ഏറ്റെടുത്തതല്ലേ. ആരാർക്കും വേണ്ടാത്ത നിന്റെ ഈ ജീവിതം ഞാൻ ഏറ്റെടുത്തതല്ലേ. ഈ കൈകളിൽ നിനക്കെന്നും അഭയം, ഈ കരത്തിൽ നിനക്കെന്നും ബലം. ഈ കൈകളിൽ നിനക്കെന്നും അഭയം, ഈ കരത്തിൽ നിനക്കെന്നും ബലം. ഇനിയും കരയരുതേ, നിൻ കണ്ണീർ തൂവരുതേ. കഴിഞ്ഞുപോയ ജീവിതം നൽകിയത് ഒത്തിരി കയ്പ് നിറഞ്ഞ അനുഭവങ്ങളാണ്. ഈ കയ്പ് മുഴുവനും പാപത്തിന്റെ നീരാണ്. അവ മാറ്റി കർത്താവ് മധുരമുള്ള അനുഭവം നമുക്ക് തരും. പാപങ്ങൾ ക്ഷമിച്ച് തളപാത്രരോട് പറഞ്ഞു, നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, നീ നിന്റെ കിടക്കയും എടുത്ത് എഴുന്നേറ്റ് നടക്കുക. മധുരമായ തേനായി മാറിയത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും മധുരം നൽകുന്ന ജീവിതം നൽകിയ കൈപ്പുനീ മധുരമാം തേനാക്കി മാറ്റാൻ. പോയ ജീവിതം നൽകിയ കൈപ്പുനീ മധുരമാം തേനാക്കി മാറ്റാൻ. നീ തനിച്ചല്ലിനി നിൻ കൂടെ ഞാനെന്നും നിൻ പരിപാലക ദൈവം. നീ തനിച്ചല്ലിനി നിൻ കൂടെ
പാലക ദൈവം. ഈ കൈകളിൽ നിനക്കെന്നും അഭയം, എല്ലാവരും ചേർന്ന് ഈ കരത്തിൽ നിനക്കെന്നും ബലം. ഈ കൈകളിൽ നിനക്കെന്നും അഭയം, ഈ കരത്തിൽ നിനക്കെന്നും ബലം. ഇനിയും കരയരുതേ നിൻ കണ്ണീർ തൂവരുതേ. ഇനിയും കരയരുതേ നിൻ കണ്ണീർ തൂവരുതേ. രണ്ടുമുയർത്തി കൈകളിൽ സ്തുതിച്ചുകൊണ്ട് ഏറ്റെടുക്കും അവൻ ഏറ്റവും നല്ലത് നമുക്ക് ഈ രാത്രിയിൽ നൽകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കല്യാണ വിരുന്നില് മനസ്സിനോട് പറഞ്ഞു, ഏറ്റവും നല്ലത് അവസാനത്തേക്ക് സൂക്ഷിച്ചു വെച്ചുവല്ലോ. അവസാനം മോശമായ എന്നാൽ നീ ഏറ്റവും ഏറ്റവും നല്ലതെന്ന് നൽകുവാനായി ആഗ്രഹിക്കുന്നു. എല്ലാവരുടെ ജീവിതത്തിലും ഏറ്റവും നല്ലതാണ് ഈ നല്ലത് സ്വീകരിക്കുവാൻ രണ്ട് കരമുയർത്തി അവനെ സ്തുതിക്കുക. അഭിഷേകത്താല് അനേകരുടെ ശരീരങ്ങളില് ദൈവം സ്പർശിക്കുന്നു. അവർക്ക് കുളിർ അനുഭവപ്പെടുന്നു. അവരുടെ ശരീരത്തില് വലിയ തണുപ്പ് അനുഭവപ്പെടുന്നു. യേശുവിന്റെ സ്പർശനങ്ങളെ സ്വന്തമാക്കുന്നു. അവരുടെ ജീവിതത്തില് ശരീരത്തിന് ബലം നൽകുന്നു. ജന്മനാലുള്ള വൈകല്യങ്ങളില് കർത്താവ് സ്പർശിക്കുന്നു. പാരമ്പര്യമായി വന്ന വിപത്തുകളില് ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടല് അവസാനം വരെ നല്ലത് സൂക്ഷിച്ചു വെച്ചുവെന്ന് അവൻ പറഞ്ഞു. താവ് നൽകുന്നത് ഏറ്റവും നല്ലതാണ്. നല്ലതിനു വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനേകര ശരീരത്തില് വലിയ തരിപ്പ് അനുഭവപ്പെടുന്നു. വയറ് സംബന്ധമായ രോഗം എടുത്തു മാറ്റപ്പെടുന്നു. ശിരസിലെ തലവേദന, അതിനുള്ള പ്രയാസങ്ങളൊക്കെ വിട്ടുമാറുന്നു. കഫക്കെട്ട് മൂലം എന്തും പ്രയാസം അനുഭവിക്കുന്ന ഒരു മകനെ കർത്താവ് തൊടുന്നു. ഏറ്റവും നല്ലത് എന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് ഉണർത്തുകൊണ്ട് സ്തുതിക്കുക. ഉയർത്തി സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ രക്ഷക, ഏറ്റവും നല്ലത് അവസാനം വരെ സൂക്ഷിച്ചു വെച്ച് അത് നൽകുന്നവനെ നിന്റെ മുമ്പിൽ നിലവിളിക്കുന്ന അങ്ങനെ പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തിന് ഏറ്റവും നല്ലത് നൽകി അനുഗ്രഹിക്കുന്ന ദിവ്യ രക്ഷകനായ മിശിഹായെ സ്തുതിക്കുന്നു. അഭിഷേകത്താല് നിറയ്ക്കണമേ, പരിശുദ്ധാത്മശക്തിയാല് നിറയ്ക്കണമേ. രോഗശാന്തി ഈ നിമിഷങ്ങളിൽ അനേകർക്ക് നൽകട്ടെ, ബലം നൽകട്ടെ. ശാരീരിക ശക്തികളെ ബന്ധിച്ചിട്ടിരിക്കുന്ന സർവ്വ മക്കളും ഈ ബന്ധനത്തിൽ നിന്ന് പരിപൂർണമായി മോചനം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അവർ ശക്തരാകട്ടെ, ബലം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ തടസ്സങ്ങളിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അവർ മോചിതരാകട്ടെ. വ്യക്തികൾക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ട സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കാൻ വന്ന മിശിഹായെ നിന്റെ നാമത്തില് അത്ഭുതങ്ങള്, അടയാളങ്ങള്, മാനസാന്തരങ്ങള്, രോഗശാന്തി ഈ സമൂഹത്തിൽ നടക്കുവാൻ സ്വർഗത്തിൽ നിന്നും നിന്റെ മുറിവാർന്ന ഈ സമൂഹത്തിന്റെ അവിടുന്ന് നീട്ടണമേ. സർവ്വരോഗമുള്ളവരെ, അധികാരമുള്ളവരെ, നിന്റെ നാമത്തിൽ എല്ലാ രോഗങ്ങളും പൂർണ്ണമായും സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ. സമ്പൂർണ്ണമായ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ ഫലങ്ങളും വിടുതലുണ്ടാകട്ടെ. മനസ്സിന്റെ ചിന്തയില്, വൈകാരിക ചിന്തകളില്, ശാരീരിക മേഖലകളില്, കുടുംബ ബന്ധങ്ങളില്, ദാമ്പത്യ
സമൂഹത്തിലെ എല്ലാ മക്കൾക്കും ലഭിക്കട്ടെ. യേശു നാമത്തില് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. നമുക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട അച്ഛൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കും. എല്ലാ ബന്ധനങ്ങളിൽ നിന്നും നമ്മൾ മോചിതരാകുന്ന നിമിഷമാണ്. ജീവിക്കുന്ന കർത്താവേ, നിന്റെ സന്നിധിയില് ഇന്ന് കടന്നു എല്ലാ മക്കളെയും ആരോഗ്യവാന്മാരാക്കി അങ്ങ് മടക്കി അയക്കണമേ. അവിടുത്തെ മഹത്വത്തിന് വേണ്ടി അധ്വാനിക്കാൻ ഇവരുടെ കൈകളും ഇവരുടെ പാദങ്ങളും ഇവരുടെ കണ്ണുകളും ഇവരുടെ മനസ്സും ഇവരുടെ ചിന്തകളും എല്ലാം വിശുദ്ധീകരിക്കപ്പെടട്ടെ. അവിടുത്തെ ധന്യമായ നാമത്തില് എല്ലാ തിന്മയിൽ നിന്നും മോചിതരായി അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി അധ്വാനിക്കാൻ ഈ മക്കൾ ഓരോരുത്തരെയും അങ്ങ് അഭിഷേകം ചെയ്ത് വിശുദ്ധീകരിക്കുന്ന ഈ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശുവേ, ശക്തി അഭിഷേകവും ഈ മക്കളിലേക്ക് നിറയ്ക്കുന്ന ഈ നിമിഷം അനുഗ്രഹിക്കപ്പെട്ടതാണല്ലോ. ദൈവമേ, അനുഗ്രഹിക്കണമേ. ഈ മക്കളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇവരെ അഭിഷേകം ചെയ്ത് ശക്തീകരിക്കണേ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവ്വ മേഖലകളിലും വിടുതൽ നൽകുന്ന കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഈ തൈല അഭിഷേകത്തിന്റെ നിമിഷങ്ങളില് എല്ലാ പൈശാചിക ബന്ധനങ്ങളും നീങ്ങിപ്പോകുന്ന നിമിഷമാണ്. കുടുംബങ്ങളിലെ ഭവനങ്ങളിലെ തലമുറയായി നിൽക്കുന്ന എല്ലാ ശാപബന്ധനങ്ങളും ഈ നിമിഷങ്ങളില് വിട്ടുപോകും. രോഗികളുടെ സുഖം പ്രാപിക്കും. നിങ്ങളിലെ രോഗികളായവൻ തങ്ങളുടെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. തൈലം പൂശി അവർ പ്രാർത്ഥിക്കട്ടെ. രോഗികൾ സുഖപ്പെടുമെന്ന് യാക്കോസ്ലീഹ പറയുന്നു. പ്രത്യേകിച്ചും നമ്മുടെ ആത്മീയ ഗുരുവായ ചാണ്ടിയച്ഛൻ നമുക്ക് തൈലം പൂശി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള സർവ്വവിധ രോഗങ്ങളിൽ നിന്നും നമ്മൾ മോചിതരാകും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, ക്ഷമിച്ച് പ്രാർത്ഥിക്കുക, മറ്റുള്ളവരെ അംഗീകരിച്ച് പ്രാർത്ഥിക്കുക, നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥയെ അംഗീകരിച്ച് പ്രാർത്ഥിക്കുക. സൗഖ്യമുണ്ടാകട്ടെ. എല്ലാ ശരീരങ്ങളിലും പരിപൂർണമായ സൗഖ്യമുണ്ടാകട്ടെ. മനസ്സിനും ശരീരത്തിനും ദൈവമേ നിന്റെ വലിയ ശക്തി നൽകണമേ. എല്ലാ തളർന്ന ഹൃദയങ്ങളും അനുഗ്രഹം പ്രാപിക്കട്ടെ. എല്ലാ തളർന്ന മനസ്സും ശക്തി പ്രാപിക്കട്ടെ. സാമ്പത്തികമായി തകർന്നു പോയവര് ശക്തി പ്രാപിക്കട്ടെ. ആരോഗ്യം ക്ഷയിച്ചവര് അത് വീണ്ടെടുക്കട്ടെ. യേശുവിന്റെ നാമത്തില് അവർ വീണ്ടെടുക്കട്ടെ. ആരോഗ്യം വീണ്ടെടുക്കട്ടെ. പ്രമേഹ രോഗികള് സൗഖ്യം പ്രാപിക്കട്ടെ. പാത്രിയാസ്ത്രീയുടെ പ്രവർത്തനം നിലച്ചുപോയത് പുനഃസ്ഥാപിക്കപ്പെടട്ടെ. രക്തസംബന്ധമായ രോഗങ്ങള് പൂർണ്ണമായി സൗഖ്യപ്പെടട്ടെ. നേർവസിന്റെ കുഴപ്പങ്ങള് യേശുവിന്റെ നാമത്തില് നീങ്ങിപ്പോകട്ടെ. ഏതെങ്കിലും തരത്തിലുള്ള ത്വക്ക് രോഗത്തിന്റെ പ്രയാസങ്ങൾ നേരിടുന്നവര് ഈ നിമിഷം ശുദ്ധിയുള്ളവരാകട്ടെ. നാമാൻ വെള്ളത്തിൽ മുങ്ങിയപ്പോൾ ശുദ്ധി പ്രാപിച്ചതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള സ്കിന്നിന്റെ രോഗങ്ങളുണ്ടെങ്കിൽ അത് സൗഖ്യപ്പെടട്ടെ. കേകും സ്നേഹം എന്നും അചഞ്ചലമല്ലോ. ഞാൻ നിനക്കരുളും വചനം എന്നും അനശ്വരമല്ലോ. സൗഖ്യം യേശുവിന്റെ നാമത്തിൽ. കേകും സ്നേഹം അചഞ്ചലമായ സ്നേഹം എന്നും അചഞ്ചലമല്ലോ. ഞാൻ നിനക്കരുളും വചനം യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ വിടുതൽ പ്രാർത്ഥിക്കുക. ഈ നിമിഷം പൂർണ്ണ സൗഖ്യം. കച്ചമ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. നിശ്ചലമാകാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മരവിച്ചു നിൽക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവൻ നിന്നെ സ്പർശിക്കും. അവൻ നിന്നെ തൊടും. എഴുന്നേൽക്കുക. ബലം പ്രാപിക്കുക. ശക്തി ധരിക്കുക. മുന്നേറുക. അവന്റെ വചനങ്ങളാണിത്. ഞാൻ നിനക്കരുളും വചനം എന്നും അനശ്വരമല്ലോ. ശക്തിപ്പെടുക. ബലം പ്രാപിക്കുക. വിശ്വസിക്കുക. സർവ്വരോഗിയോട് അവൻ പറഞ്ഞു, നീ എഴുന്നേറ്റ് നടക്കുക. അവൻ എഴുന്നേക്കാൻ പരിശ്രമിച്ചു. അവൻ എഴുന്നേക്കാൻ മനസ്സ് വന്നു. മനസ്സ് മരവിച്ച മനസ്സിനെ മാറ്റിവെച്ചുകൊണ്ട് എഴുന്നേൽക്കുക. നീ കിടക്കുന്നിടത്തുനിന്ന് നീ എഴുന്നേൽക്കുക. ശക്തി ധരിക്കുക. മുന്നേറുക. അവനെ സ്തുതിക്കുക. മഹത്വപ്പെടുത്തുക.
അമ്മിഞ്ഞ പാൽ നുകരും കുഞ്ഞാടെനിക്കു നീ. അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. പറഞ്ഞു, പെറ്റമ്മ മറന്നാലും അമ്മിഞ്ഞ പാൽ നുകരും ഞാൻ നിന്നെ മറക്കില്ല. കുഞ്ഞാടെനിക്കു നീ. കരമടിച്ച് സന്തോഷത്തോടെ ജീവനോടെ ശരീരത്തിൽ തളർച്ച മാറ്റി ബലം പ്രാപിച്ച് അവനെ മഹത്വപ്പെടുത്തുക. നിന്റെ പേരെഴുതി വച്ചു, നീ എന്റെ പൈതലല്ലേ, ഞാൻ നിന്റെ ദൈവമല്ലേ. എന്റെ കൈകളിൽ ഞാൻ നിന്റെ പേരെഴുതി വച്ചു, നീ എന്റെ പൈതലല്ലേ, ഞാൻ നിന്റെ ദൈവമല്ലേ. ഞാൻ നിനക്കേകും സ്നേഹം എന്നും അചഞ്ചലമല്ലോ. ഒരിക്കലും പിരിയാത്തത്. ഞാൻ നിനക്കരുളും വചനം എന്നും അനശ്വരമല്ലോ. ഒരിക്കലും മാറിപ്പോകാത്ത വചനം. നീ സുഖം പ്രാപിക്കട്ടെ. എഫ്ഫാത്താ, തുറക്കപ്പെടട്ടെ. എഫ്ഫാത്താ, തുറക്കപ്പെടട്ടെ. അവൻ അരുളിയ വചനമാണ്. എല്ലാ തരത്തിലും തുറവിയുണ്ടാകട്ടെ. ശാരീരിക, മാനസിക, ആത്മീയ മേഖലകളില് എഫ്ഫാത്താ, അവൻ തുറന്നു തരും. നടന്നു നീങ്ങുക, ബലം പ്രാപിക്കുക, ശക്തി പ്രാപിക്കുക. അവന്റെ വചനം അതിനുള്ള കരുത്ത് നിനക്ക് പകരും. നിന്റെ ശരീരത്തില്, നിന്റെ ആത്മാവില്, നിന്റെ മനസ്സില് അവൻ ബലം പകരും. അഗ്നിയിൽ നടന്നാലും തീ നിനക്കേശുകില്ല. വൻകടൽ കടന്നാലും നിൻ പാദം നനയുകില്ല. ഉണരുക, ഉണർന്ന് പ്രാർത്ഥിക്കുക. അഗ്നിയിൽ നടന്നാലും തീ നിനക്കേശുകില്ല. 3 പേരെ ശക്തിപ്പെടുത്തുന്നു. വൻകടൽ കടന്നാലും നിൻ പാദം നനയുകില്ല. രോഗം വെറുത്താലും സർവ്വരോഗങ്ങളിൽ സ്നേഹം ചൊരിഞ്ഞിടും ഞാൻ. കണ്ണീരൊഴുകുമ്പോൾ നിൻ കണ്ണുനീർ തുടച്ചിടും ഞാൻ. ലോകം വെറുത്താലും നിന്നിൽ സ്നേഹം ചൊരിഞ്ഞിടും ഞാൻ. കണ്ണുനീരൊഴുകുമ്പോൾ നിൻ കണ്ണുനീർ തുടച്ചിടും ഞാൻ. ഞാൻ നിനക്കേകും സ്നേഹം എന്നും അചഞ്ചലമല്ലോ. ഒരിക്കലും ഞാൻ അസ്തമിക്കാത്ത സ്നേഹം. നിനക്കരുളും വചനം എന്നും അനശ്വരമല്ലോ. ഓരോ പ്രഭാതത്തിലും പുതിയ ഞാൻ സ്നേഹം. നിനക്കേകും സ്നേഹം എപ്പോഴും നല്ല സ്നേഹം. എന്നും അചഞ്ചലമല്ലോ. ഞാൻ നിനക്കരുളും വചനം എന്നും അനശ്വരമല്ലോ. മറക്കില്ലൊരു നാളും എല്ലാവരും ചേർന്ന് കരമടിച്ച് ആനന്ദത്തോടെ, സന്തോഷത്തോടെ തുള്ളിച്ചാടി അവനെ മഹത്വപ്പെടുത്തുക. അവൻ ഇറങ്ങി വരും നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ ഭവനത്തിലേക്ക്, നിന്റെ മക്കളിലേക്ക്, നിന്റെ ആവശ്യങ്ങളിലേക്ക്. ഓമനയാം നിന്നെ സന്തോഷത്തോടെ, കണ്ണാലും ആനന്ദത്തോടെ കുന്നുകൾ നിറന്നാലും ഞാൻ നിനക്കേകും സ്നേഹം എന്നും അചഞ്ചലമല്ലോ. ഞാൻ നിനക്കരുളും വചനം എന്നും അനശ്വരമല്ലോ. ഹല്ലേലൂയ. നിനക്കേകും സ്നേഹം നന്ദിയോടെ എന്നും അചഞ്ചലമല്ലോ. ഹല്ലേലൂയ. ഞാൻ നിനക്കരുളും വചനം എന്നും അനശ്വരമല്ലോ. അവന്റെ വചനത്താലാണ് സൗഖ്യം പ്രാപിക്കുന്നത്. മരുന്നോ ലേപനോ ഔഷധവുമല്ല, അവന്റെ വചനമാണ് എന്നെ സുഖപ്പെടുത്തിയത്. ഈ ലോകത്തിലെ ഒരു തരത്തിലുള്ള ഔഷധത്തിന് നിന്നെ സുഖപ്പെടുത്താൻ കഴിയുന്നില്ല എങ്കിൽ അവന്റെ വചനം, അചഞ്ചലമായ വചനം, മാറ്റപ്പെടാത്ത വചനം നിന്നെ സുഖപ്പെടുത്തും. നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ എന്നവൻ പറയുമ്പോൾ സൗഖ്യമുണ്ടായിരിക്കും. വിശ്വസിക്കുക, ശക്തി ധരിക്കുക, ഉണരുക, മുന്നേറുക. അവൻ ശക്തനും ബലവാനുമാണ്. അമ്മിഞ്ഞ പാൽ
മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. എല്ലാ തലക്കനവും മാറ്റിവെച്ച് അമ്മിഞ്ഞ പാലുകരും കുഞ്ഞാണെനിക്കു നീ. കുഞ്ഞാണ് നീ. അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. ഗീതം വെച്ചപ്പോൾ നിന്റെ അമ്മ നിനക്ക് ഓഹരി തന്നില്ലെങ്കിലും നിന്റെ പേരെഴുതി വച്ചു. നീ എന്റെ പൈതലല്ലേ, ഞാൻ നിന്റെ ദൈവമല്ലേ. എന്റെ കൈവെള്ളയിൽ ഞാൻ നിന്റെ പേരെഴുതി വച്ചു. നീ എന്റെ പൈതലല്ലേ, ഞാൻ നിന്റെ ദൈവമല്ലേ. നിഷ്കളങ്കമായി പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ നിനക്കേകും സ്നേഹം എന്നും അചഞ്ചലമല്ലോ. ഞാൻ നിനക്കരുളും വചനം എന്നും അനശ്വരമല്ലോ. യേശുവിന്റെ കുഞ്ഞിനെ അവരുടെ മധ്യത്തിൽ എടുത്തിട്ട് പറഞ്ഞു, ഈ ശിശുവിനെ പോലെ എന്നെ സ്വീകരിക്കുന്നവൻ അനുഗ്രഹം പ്രാപിക്കും. ശിശുവിനെ പോലെയാകുക, കുഞ്ഞുങ്ങളെ പോലെയാകുക, കുഞ്ഞുങ്ങളുടെ മനോഭാവം ധരിക്കുക, അഹന്ത വെടിയുക. സ്വയം അന്ന് ഗമിക്കുന്ന എല്ലാ മേഖലയിൽ നിന്നും നിഷ്കളങ്കമായി കുഞ്ഞിനെ പോലെ ജീവിച്ചുകൊണ്ട് അവനെ സമീപിക്കുമ്പോൾ അവൻ നിന്റെ ജീവിതത്തിൽ ഇടപെടും. ഭക്തിയിൽ നടന്നാലും നിനക്കേശുകില്ല. വൻകടൽ കടന്നാലും നിൻ പാദം നനയുകില്ല. ഭക്തിയിൽ നടന്നാലും നിനക്കേശുകില്ല. വൻകടൽ കടന്നാലും നിൻ പാദം നനയുകില്ല. ലോകം വെറുത്താലും നിന്റെ സ്നേഹം ചൊരിഞ്ഞിടും ഞാൻ. കണ്ണീരൊഴുകുമ്പോൾ നിൻ കണ്ണുനീർ തുടച്ചിടും ഞാൻ. എല്ലാ കണ്ണുനീരും മറന്നുവെക്കും. സ്നേഹം ചൊരിഞ്ഞിടും ഞാൻ. കണ്ണുനീരൊഴുകുമ്പോൾ